എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ എം മുകുന്ദൻ്റെ ഒരു ചെറുകഥ കേൾക്കാം. കഥ കണ്ണൻ്റെ ഇടം. കഥയിലേക്ക് കടക്കാം. കണ്ണാ, അച്ചമ്മ ചോദിച്ചു, ഇങ്ങോട്ട് പോകാ നീ ഈ പേമാരിയിൽ? ഇങ്ങോട്ടും ഇല്ല അച്ചമ്മേ, കണ്ണൻ പറഞ്ഞു. ദാ ഇവിടെ കരിപ്പൂര് വരെ. അത് വിമാനം ഇറങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്ന സ്ഥലം ഇല്ലേ കണ്ണാ? അത് തന്നെ. ഈ അച്ചമ്മയ്ക്ക് അറിയാത്ത സ്ഥലവും ഇല്ല. ഡാ, ആവുന്ന കാലം എന്നെ പോലെ ഊരു ചുറ്റിയ ആള് ആരുണ്ട് ഈ നാട്ടിൽ? ഞാനാ ആദ്യം ഇവിടുന്ന് മലമ്പുഴ കാണാൻ പോയത്, അറിയോ? അച്ചമ്മ തുടർന്നു. നീ ഇപ്പം എന്തിനാ അവിടെ പോകുന്നത്? അച്ഛൻ വരുന്നുണ്ട്, കൂട്ടിക്കൊണ്ടുവരാൻ പോകുക. വരുന്നോ? വിമാനം കാണാലോ. അച്ഛൻ വരുന്ന വിവരം 100 തവണ പറഞ്ഞിരിക്കുന്നു. ഒന്നും അവർക്ക് ഓർക്കാൻ കഴിയുന്നില്ല. മറക്കാത്തത് ഒന്നു മാത്രം, 10-40 കൊല്ലം മുമ്പ് മലമ്പുഴ അണക്കെട്ട് കാണാൻ പോയത്. കണ്ണൻ മുണ്ടുമാറ്റി പോകാൻ തയ്യാറായി നിന്നു. കയ്യിൽ നീണ്ട കാലുള്ള കുട, കാലിൽ ടയറിൻ്റെ ചെരുപ്പ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ പോകാൻ വേണ്ടി തലേ ദിവസം തന്നെ ബാലൻ്റെ ടാക്സി പറഞ്ഞ് ഏർപ്പാട് ചെയ്തിരുന്നു. ആകെയുള്ളത് 2 ടാക്സി മാത്രമാണ്. അങ്ങാടിയിൽ ബസ് സ്റ്റോപ്പിനടുത്ത് ആ 2 കാറുകളും എല്ലായ്പ്പോഴും ഉറങ്ങിക്കിടക്കുന്നത് കാണാം. രണ്ടാമത്തെ കാറ് വാസുദേവൻ്റേതാണ്. ബാലൻ മാർക്സിസ്റ്റുകാരനും വാസുദേവൻ കോൺഗ്രസ്സുകാരനുമായതുകൊണ്ട് അവർക്ക് നേരം പോക്കാൻ ബുദ്ധിമുട്ടില്ല. അവനവൻ്റെ കാറിലിരുന്ന് അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കും. അങ്ങാടിയിലെ കച്ചവടക്കാർ അവരുടെ വാദപ്രതിവാദങ്ങൾക്ക് ഒട്ടും ചെവി കൊടുക്കാറില്ല. വർഷങ്ങളായി കേൾക്കുന്നതല്ലേ. എന്നാൽ ഒരു ദിവസം യാദൃശ്ചികമായി അവരുടെ തർക്കത്തിന് ചെവി കൊടുക്കുവാനിടയായ നന്നാരി സർവത്തുകാരൻ കുഞ്ഞിരാമൻ അത്ഭുതപ്പെട്ടുപോയി. മാർക്സിസ്റ്റുകാരനായ ബാലൻ കെ കരുണാകരനെ വാനോളം പുകഴ്ത്തുകയും കോൺഗ്രസ്സുകാരനായ വാസുദേവൻ കരുണാകരനെ ആക്രമിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിരാമന് ഒന്നും മനസ്സിലായില്ല. വിമാനത്താവളത്തിലെ സന്ദർശക ഗ്യാലറിയിൽ കയറി കണ്ണൻ അച്ഛൻ വരുന്നത് കാത്തുനിന്നു. അച്ഛൻ ആകാശത്തിലൂടെ വരുന്ന കാഴ്ച കാണുവാൻ കണ്ണന് ഒരു കുട്ടിയുടെ കൗതുകം തോന്നി. വിമാനം ഇറങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നത് കാണുവാൻ അയാൾക്ക് യാതൊരു താല്പര്യവുമില്ല. അച്ഛൻ്റെ വിമാനം ഇറങ്ങുന്നത് മാത്രം കണ്ടാൽ മതി കണ്ണന്. ഗൾഫിൽ നിന്ന് വരുന്ന ബന്ധുക്കളെ സ്വീകരിക്കുവാനായി വന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും വൃദ്ധന്മാരുടെയും ഇടയിൽ കണ്ണൻ നനഞ്ഞ ആകാശത്തിൽ കണ്ണു നട്ട് നിന്നു. കലങ്ങിയ മേഘങ്ങൾ ഇനിയും മഴ പെയ്യുമെന്ന സൂചന നൽകുന്നു. ആരാ വരുന്നത്? ഛൻ. മസ്കറ്റിൽ നിന്നും ബോംബെ വഴി വരുന്ന വിമാനം കാത്താണ് എല്ലാവരും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. കൂടുതലും പെണ്ണുങ്ങളും കുട്ടികളുമാണ് ഭർത്താവിനെയും അച്ഛനെയും കാത്തു നിൽക്കുന്നവർ. എല്ലാവരുടെയും നോട്ടം ആകാശത്തിൽ തന്നെ. അവരോടൊപ്പം കണ്ണനും അങ്ങോട്ട് നോക്കി നിന്നു. കഴിഞ്ഞ തവണ അച്ഛൻ വരുമ്പോഴും കണ്ണൻ വിമാനത്താവളത്തിൽ വന്നിരുന്നു. അപ്പോൾ അമ്മയും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മാനം തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് ആകാശത്തിലൂടെ ഒരു പരൽമീൻ പോലെ തിളങ്ങി നീന്തി വരുന്ന വിമാനം അയാൾക്ക് ദൂരെ നിന്ന് കാണാമായിരുന്നു. നോക്കി നിൽക്കവേ വിമാനം വലുതായി വന്ന് അവസാനം ഒരു ഇരമ്പലോടെ നിലത്തിറങ്ങി. ഈ വിമാനത്തിന് വേഗം ഒന്നിങ്ങ് വന്നുകൂടെ? കോഴി കൂകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നിന്ന് കാല് കടയുക. എത്ര നേരം അങ്ങനെ ആകാശത്തിൽ നോക്കി നിൽക്കുക? തൊട്ടടുത്ത് നിൽക്കുകയായിരുന്ന ഒരു നാട്ടുമ്പുറത്തുകാരി പറഞ്ഞു. അപ്പോഴാണ് യാതൊരു സൂചനയും നൽകാതെ പെട്ടെന്ന് ഒരു കാർമേഘത്തിനുള്ളിൽ പറക്കുന്ന ഒരു വെള്ളാനയെപ്പോലെ വിമാനം ഷടേന്ന് താഴെ വന്ന് റൺവേയിൽ ഇറങ്ങിയത്. അച്ഛൻ്റെ വിമാനം ആകാശത്തിൽ ഒരു തിളങ്ങുന്ന ബിന്ദുവായി നോക്കി നിൽക്കവേ വലുതായി വന്നു പതുക്കെ താഴേക്കിറങ്ങുന്നത് കാണുവാനായിരുന്നു കണ്ണൻ ആഗ്രഹിച്ചത്. എന്നാൽ മുകളിൽ നിന്ന് ആരോ എടുത്തിട്ടതുപോലെയാണ് വിമാനം വന്നിറങ്ങിയത്. മഴയും മഴക്കാറുമായിരിക്കാം കാരണം, കണ്ണൻ വിചാരിച്ചു. വിമാനത്തിൽ നിന്നിറങ്ങി റൺവേയിലൂടെ നടന്നു വരുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് അച്ഛനെ തിരിച്ചറിയുവാൻ കണ്ണന് ബുദ്ധിമുട്ടുണ്ടായില്ല. അച്ഛന് എല്ലാവരെക്കാളും ഏറെ ഉയരവും തടിയും ഉണ്ടായിരുന്നു. മറ്റ് യാത്രക്കാർ അങ്ങുമിങ്ങ് നോക്കിയും സന്ദർശകരുടെ ഗ്യാലറിക്ക് നേരെ കൈവീശിയും പതുക്കെ നടന്നെടുക്കുമ്പോൾ അച്ഛൻ എങ്ങും നോക്കാതെ ഉയർത്തിപ്പിടിച്ച തലയോടെ അതിവേഗം നടന്ന് എല്ലാവരെക്കാളും മുമ്പിൽ കടന്നുപോയി. തൻ്റെ ബാഗെടുത്ത് ആദ്യം പുറത്തു വന്നതും അച്ഛൻ തന്നെ. ഒരു ജീൻസും ടീഷർട്ടുമാണ് അച്ഛൻ്റെ വേഷം. എന്തിനാ നീ ഈ മഴയത്ത് ബുദ്ധിമുട്ടി വന്നത്? അച്ഛൻ പറഞ്ഞു.
ഒരു ടാക്സി പിടിച്ച് ഞാനങ്ങ് വരുമായിരുന്നല്ലോ. സാരമില്ല, കണ്ണൻ പറഞ്ഞു. അമ്മയ്ക്ക് സുഖമാണോ? നീ ഇല്ലാതെ ഞങ്ങൾക്ക് അവിടെ എന്ത് സുഖാ. നിൻ്റെ അമ്മയ്ക്ക് നിന്നെപ്പറ്റി പറഞ്ഞ് കരയാനേ നേരമുള്ളൂ. അമ്മ എന്താ വരാഞ്ഞേ? അവൾ ഒരു പുതിയ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്യണം. ദാ ഇപ്പോൾ അവൾ ലോസ് ഏഞ്ചൽസിലായിരിക്കും. അവർ ഒന്നിച്ച് പുറത്തേക്ക് വന്നു. അച്ഛൻ്റെ കയ്യിൽ ഒരു ബാഗും ഒരു ലെതർ ബ്രീഫ് കേസും മാത്രമേ ഉള്ളൂ. ടേപ്പ് റെക്കോർഡറോ വലിയ പെട്ടികളോ ഒന്നുമില്ല. തൊട്ടടുത്ത് എവിടെയോ പോകുന്നത് പോലെയാണ് അച്ഛൻ നാട്ടിൽ വന്നിരിക്കുന്നത്. അവർ കാത്തിരിക്കുന്ന ബാലൻ്റെ ടാക്സിയിൽ കയറി. എന്താടോ, എന്നെ ഓർമ്മയുണ്ടോ? അയ്യോ, കണ്ണൻ്റെ അച്ഛനെ ആർക്കാ അറിയാത്തേ? അച്ഛൻ മഴയിൽ കുതിർന്ന മരങ്ങളിലും വയലുകളിലും നോക്കിയിരുന്നു. കാർ ഓടുന്ന നിരത്തിൻ്റെ വക്കിലും മഴവെള്ളം ചാലുകീറി ഒലിക്കുന്നുണ്ടായിരുന്നു. മഴയുണ്ടെങ്കിലും നിരത്തിലെ ആളുകൾക്ക് കുറവില്ല. തുറന്നു പിടിച്ച കുടയുമായി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരുന്നു. നിങ്ങൾ ബുഷിനെ കണ്ടിട്ടുണ്ടോ? ടി വിയിൽ കണ്ടിട്ടുണ്ട്. കണ്ണൻ്റെ അച്ഛൻ പറഞ്ഞതിലെ ഫലിതം ബാലന് മനസ്സിലായില്ല. അയാൾ അല്പം നിരാശയോടെ തുടർന്നു. ടി വിയിൽ ഞാനും കണ്ടിട്ടുണ്ട്. ശരിക്കും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ജോർജ് ബുഷ് ആഷ്ലാൻഡിൽ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ ആ ചെറിയ ആൾക്കൂട്ടത്തിൽ കണ്ണൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അയാൾ അപ്പോൾ കോട്ടും ടൈയും ധരിച്ചിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് അയാളുടെ സ്ഥാപനം $10,000 സംഭാവന നൽകുകയും ചെയ്തിരുന്നു. ഇരട്ട ഗോപുരം കത്തി വീഴുന്നത് നിങ്ങൾ കണ്ടോ? ടി വിയിൽ കണ്ടിരുന്നു, കണ്ണൻ്റെ അച്ഛൻ പറഞ്ഞു. ബാലന് വീണ്ടും നിരാശയായി. അയാൾ മിണ്ടാതെയിരുന്നു. അത് മനസ്സിലായ കണ്ണൻ്റെ അച്ഛൻ വിശദീകരിച്ചു. ഡോ, ഞങ്ങളെല്ലാം ടി വിയിലാണ് കാണുക. ക്രിക്കറ്റ് മാച്ചും യുദ്ധവും എല്ലാം. ബാലൻ അപ്പോഴും ഒന്നും മനസ്സിലായില്ല. അച്ഛൻ്റെ നാട്ടിൽ കണ്ണോണ്ട് കാണുന്നതല്ല, ടി വിയിൽ കാണുന്നതാ സത്യം, കണ്ണൻ മനസ്സിൽ പറഞ്ഞു. അച്ഛൻ എത്ര ദിവസമുണ്ട് നാട്ടിൽ? ഇന്നും നാളെ. മറ്റന്നാൾ കോഴിക്കോട്ട് നിന്ന് ബോംബെക്ക് പോകണം. 2 ദിവസത്തേക്ക് അച്ഛൻ ഇത്രയും ദൂരം വന്നത്? കണ്ണന് വിശ്വാസം വന്നില്ല. മസ്കത്തിൽ കമ്പനീൻ്റെ മീറ്റിങ്ങിന് വന്നതാ. അവിടെ വരെ വന്നിട്ട് മോനെ കാണാതെ എങ്ങനെയാണ് മടങ്ങിപ്പോകാനാ? മോനെ കാണാൻ മാത്രം അച്ഛൻ ഇവിടെ വന്നത്. പിന്നെ മോനോടൊരു കാര്യം പറയാൻ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണൻ മിണ്ടിയില്ല. അമ്മ പറയാൻ ഏൽപ്പിച്ചത് എന്താണെന്ന് അവന് ഊഹിക്കുവാൻ പ്രയാസമില്ല. വീട്ടിലെത്തട്ടെ, പറയാം. കാർ വീട്ടിലേക്ക് തിരിഞ്ഞു. വളരെ പഴക്കം ചെന്ന ഒരു മാളിക വീടാണത്. മുൻവശത്തെ കടഞ്ഞെടുത്ത മരത്തൂണുകളും മുകളിലത്തെ ജാലകങ്ങളും വെയിലും മഴയും തട്ടി ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. മഴക്കാലത്ത് പൊട്ടിയ ഓടുകൾക്കിടയിലൂടെ മഴവെള്ളം മച്ചിന്മേൽ കിനിഞ്ഞിറങ്ങും. അതിൻ്റെ ഫലമായി മുകളിലെ മച്ചും ദ്രവിക്കുകയാണ്. ചുമരുകൾ വെള്ള വലിച്ചിട്ടും വാതിലുകളും ജനലുകളും വാർണിഷ് ഇട്ടിട്ടും കാലം കുറേയായി. മഴക്കാലം വന്നാൽ 1-ാം നിലയിൽ ഇപ്പോൾ ആരും കിടക്കാറില്ല. കാറ്റിലും പിശറിലും എന്തെല്ലാമാണ് പൊട്ടു വീഴുകയെന്ന് അറിയില്ല. വേനൽക്കാലം വന്നാൽ കണ്ണൻ മുകളിൽ പോയി കിടക്കും. കിഴക്ക് ഭാഗത്തെ ജനൽ തുറന്നിട്ടാൽ കാണുന്നത് മറ്റൊന്നുമല്ല, പുഴയാണ്. അതിൽ നീന്തി തുടിച്ചാണ് കണ്ണൻ കുട്ടിക്കാലം ചെലവഴിച്ചത്. യുവാവായപ്പോൾ സന്ധ്യകളിൽ അതിൻ്റെ കരയിൽ ചെന്നിരുന്നും നടന്നും ചിലവഴിക്കുന്നു. വീട് പഴയതായി. കഴിഞ്ഞ തവണ അച്ഛനും അമ്മയും വന്നപ്പോൾ കണ്ണൻ പറഞ്ഞു, ഇറയത്തെ കഴുക്കോല് മാറ്റണം, പൊട്ടിയ ഓടും മാറ്റണം, വെള്ള വീശുകയും വാർണിഷ് അടിക്കുകയും വേണം. ഇത്തിരി പണിയുണ്ട്. അത് ഉടനെ ചെയ്തില്ലെങ്കിൽ വീട് ഒന്നിനും കൊള്ളാണ്ടാകും. എന്തിനാ ഇങ്ങനൊരു വീട്? അമ്മ ചോദിച്ചു. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ? കുളിക്കാൻ ഷവറുണ്ടോ? പോട്ടെ മോനെ, ഈ വീടുകൊണ്ട് ആർക്കും ഒരു ഉപയോഗം ഇല്ല. നമുക്ക് ഈ വീടിൻ്റെ വില അറിയില്ല. അച്ഛനോട് ചോദിക്ക്. അച്ഛനും ഞാനും ജനിച്ചു വളർന്ന വീടാ അത്. ശരിയാ, ജനിച്ചു വളർന്ന വീടാ. എന്നാലും വീടാകുമ്പോൾ ഇത്തിരി സൗകര്യമൊക്കെ വേണ്ടേ? അച്ഛൻ അമ്മയുടെ ഭാഗം ചേർന്നു. അച്ഛൻ്റെ കയ്യിൽ കോടികളുണ്ടെന്ന് കണ്ണനറിയാം. ആഷ്ലാൻഡിനരികിൽ വലിയ ബംഗ്ലാവ്, 3 കാറുകൾ, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപങ്ങൾ. നിൻ്റെയും അമ്മയുടെയും കാലശേഷം എല്ലാം നിൻ്റേതാ, അച്ഛനും അമ്മയും പറഞ്ഞു. ആണും പെണ്ണുമായി നീ ഒരുത്തനല്ലേ ഞങ്ങൾക്കുള്ളൂ. അവരുടെ ഒരു ദുഃഖമാണ് കണ്ണൻ. കാറിൻ്റെ ഒച്ച കേട്ട് അച്ചമ്മ തപ്പിത്തടഞ്ഞ് ഉമ്മറത്തേക്ക് വന്നു. ആരാ അത്? അവർ ചോദിച്ചു. ആരാ കാറിൽ വന്നത്? കണ്ണൻ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ ബാലൻ്റെ കാറിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയത് അവർ ഇതിനകം മറന്നുപോയിരുന്നു. അമ്മേ, ഇത് ഞാനാ. അയാൾ അമ്മയെ ആശ്ലേഷിച്ചു. അത് സ്വന്തം മകനാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ആശ്ലേഷത്തിൻ്റെ സുഖത്തിൽ അവർ അയാളുടെ നെഞ്ചിൽ തല ചേർത്ത് വെച്ച് നിന്ന് കരഞ്ഞു. ബാലൻ കാറിൽ നിന്ന് അച്ഛൻ്റെ ബാഗും ബ്രീഫ് കേസും എടുത്തുകൊണ്ടുവന്ന് അകത്തു വെച്ചു. അയാൾ കാറിൻ്റെ കൂലിയും
സമ്മാനമായി കിട്ടിയ സ്പ്രേയും ചോക്ലേറ്റും വാങ്ങി പോകുമ്പോൾ അച്ഛൻ ഓർമ്മിപ്പിച്ചു. മറ്റന്നാൾ പുലർച്ചെ 5 മണിക്ക് വരണം, മറക്കരുത് കേട്ടോ. അച്ഛൻ വരുന്നതുകൊണ്ട് കണ്ണൻ അയൽവക്കത്തെ കേളുവിൻ്റെ തീയത്തി കുഞ്ഞാണിയെ സഹായത്തിന് വിളിച്ചിരുന്നു. അവൾ രാവിലെ തന്നെ വന്ന് വീട് മുഴുവനും തൂത്തുവാരി വൃത്തിയാക്കുകയും ചോറും കറിയും ഉണ്ടാക്കുകയും അച്ഛന് കുളിക്കാൻ കുട്ടകത്തിൽ വെള്ളം കോരി നിറയ്ക്കുകയും ചെയ്തിരുന്നു. കണ്ണനും അച്ചമ്മയും തനിയെ താമസിക്കുന്ന ആ വലിയ വീട്ടിൽ എന്താവശ്യമുണ്ടെങ്കിലും സഹായത്തിന് ഓടിയെത്തുക കുഞ്ഞാണിയാണ്. ഒന്നും കൊതിച്ചിട്ടല്ല കേട്ടോ, കുഞ്ഞാണി പറയും. ജനിച്ചപ്പോൾ തൊട്ട് ഈ വീടായി ബന്ധമുണ്ട്. ഇവിടുത്തെ മനുഷ്യന്മാർ സ്നേഹമുള്ളവരാ, സാധുക്കളെ മറക്കില്ല. അതുകൊണ്ടാണ് ഈശ്വരന്മാർ അവർക്ക് കൈനിറയെ വാരി കൊടുക്കുന്നത്. കേളുവിൻ്റെയും കുഞ്ഞാണിയുടെയും മൂത്ത മകൾ പ്രസീജയുടെ വിവാഹത്തിന് അച്ഛൻ കൊടുത്തത് 10,000 ഉറുപ്പികയാണ്. അച്ഛൻ കുളിച്ച് പുതിയൊരു ജീൻസും ടീഷർട്ടും ഇട്ട് എന്തിൻ്റെയോ നേർത്ത സൗരഭ്യം പരത്തിക്കൊണ്ട് ഉമ്മറത്ത് വന്നിരുന്നു. കണ്ണൻ്റെ അച്ഛന് ചോറ് വേണ്ടേ? വേണ്ട, അച്ഛൻ പറഞ്ഞു. പ്ലെയിനിന്ന് കഴിച്ചിനി, അത് മതി, വിശപ്പില്ല. എന്നാലും ഒരു ഗ്ലാസ് ചായ? വേണ്ട, ഇത്തിരി വെള്ളം മതി. കുഞ്ഞാണി ചെമ്പിൽ പിടിച്ചു വെച്ച കിണറ്റിലെ തണുത്ത വെള്ളം ഒരു ഗ്ലാസ്സിൽ പകർന്ന് അച്ഛൻ്റെ നേരെ നീട്ടി. അയാൾ അത് വാങ്ങാതെ എഴുന്നേറ്റ് പോയി താൻ കൊണ്ടുവന്ന മിനറൽ വാട്ടറിൻ്റെ കുപ്പി എടുത്തു വന്നു. 2 കവിൾ വെള്ളം കുടിച്ചിട്ട് അയാൾ മുഖവുരയൊന്നും കൂടാതെ വിഷയത്തിലേക്ക് കടന്നു. ഉമ്മ മോനോട് പറയാൻ എന്നെ ഏൽപ്പിച്ചത് എന്താണെന്നറിയോ? അച്ഛൻ്റെ കനത്ത ചുണ്ടുകളിൽ മിനറൽ വാട്ടറിൻ്റെ നനവ് മിന്നി നിന്നു. മോനില്ലാതെ എത്ര കാലം അച്ഛനും അമ്മയും കഴിയാന്ന്. ഉമ്മയ്ക്ക് ഒരു ലെക്സസ് ഉണ്ട്, അച്ഛനൊരു മെർസിഡസ് ഉണ്ട്. ഇതെല്ലാം മോൻ്റേതാ. അമ്മ ചോദിക്കുക, എന്നിട്ടും എന്തിനായി ഈ കുഗ്രാമത്തിൽ മോൻ ഒറ്റയ്ക്ക് കഴിയുന്നതെന്ന്. 5 കൊല്ലമായി അച്ഛനും അമ്മയും ഇത് തന്നെ പറയുന്നു. അച്ഛമ്മയെപ്പറ്റി മോൻ വറി ചെയ്യണ്ട. അവർക്ക് കണ്ണ് കാണില്ല, ഓർമ്മയില്ല. അതുകൊണ്ട് എവിടെ കിടന്നാലും ഒന്ന് തന്നെ. അച്ഛൻ തുടർന്നു. തിരുവനന്തപുരത്ത് ഒരു ഹൈ ക്ലാസ് ഓൾഡേജ് ഹോം തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അച്ഛമ്മയെ അവിടെ ആക്കാം. മോനും കുഞ്ഞാണിയും നോക്കുന്നതിനേക്കാൾ നന്നായി അവർ അച്ഛമ്മയെ നോക്കിക്കോളും. അവർ പ്രൊഫഷണൽസാ. അവർ വയസ്സായ ആളുകളെ നോക്കുന്നത് പോലെ നമുക്ക് നോക്കാൻ കഴിയില്ല. സന്ധ്യയായപ്പോൾ അച്ഛൻ കൈകാലുകളിൽ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് പുരട്ടി ഒരു ഗ്ലാസ് വൈറ്റ് റമ്മുമായി മുറ്റത്ത് കസേരയിട്ടിരുന്നു. പുഴക്കാറ്റ് വീട് ചുറ്റി ഇടയ്ക്കിടെ അയാളെ തടവി കടന്നുപോയി. മോനെപ്പറ്റി ആലോചിച്ച് മോൻ്റെ അമ്മയ്ക്ക് ഒരു മനസമാധാനവും ഇല്ല. കഴിഞ്ഞ മാസം അവൾ ഷിക്കാഗോ വരെ കാറോടിച്ചു പോയി. എന്തിനാണെന്നറിയോ? അവിടുത്തെ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കാൻ, മോനു വേണ്ടി. പുഴക്കാറ്റ് കണ്ണൻ്റെ മുഖം തഴുകി കടന്നുപോയി. മാപ്പ് അമ്മേ, മനസ്സിൽ പറഞ്ഞു. പിറ്റേ ദിവസം അച്ഛൻ ടൗണിൽ പോയി ഒരു മൊബൈൽ വാങ്ങി കണ്ണന് കൊടുത്തു. ഇരുട്ട് വീണപ്പോൾ അച്ഛനും മകനും അതേപോലെ മുറ്റത്തിറങ്ങി ഇരുന്നു. 10 മണിക്ക് അമ്മ വിളിക്കും. എന്താ നീ അമ്മയോട് പറയുക? അയാൾ ഗ്ലാസ്സിൽ നോക്കി അതിലെ റമ്മിനോടെന്ന പോലെ പറഞ്ഞു. അമ്മയെ ഇനിയും കരയിക്കരുത് മോനെ. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ചോദിച്ചു, മോൻ എന്താ അമ്മയോട് പറയുക? ഈ പഴയ മാളിക വീട്, അതിന് പിറകിലൂടെ ഒഴുകുന്ന പുഴ, അച്ഛമ്മ, ട്രഷറിയിലെ ചെറിയ ഉദ്യോഗം, പിന്നെ ഇച്ചിരി കൂടി കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ എൻ്റെ കൂടെ പഠിച്ച സുമിത്രയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇതൊക്കെ പോരെ അച്ഛാ? അപ്പോൾ നിനക്ക് അച്ഛനെയും അമ്മയും വേണ്ടേ? കണ്ണൻ എഴുന്നേറ്റ് പതുക്കെ വീടിൻ്റെ പുറകിലേക്ക് നടന്നു. അവിടെ കാറ്റും നിലാവുമുണ്ട്. മാപ്പ്, അയാൾ ഒരിക്കൽ കൂടി മനസ്സിൽ പറഞ്ഞു. മാപ്പ്. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.